നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും പഞ്ചതന്ത്ര കഥകളിലേക്ക് പോവുകയാണ്. ആ മിത്രഭേദം എന്നുള്ള ഒരു ശക്തി, ഒരു തന്ത്രം, പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ തന്ത്രമാണ് കേട്ടോ മിത്രഭേദം. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് തമ്മിൽ എന്തുമാത്രം അടുപ്പത്തിലെത്താം, അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ചില കഥകളാണ് മിത്രഭേദം എന്ന് പറയുന്ന വിഭാഗത്തിൽ. അതിലത്തെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മുയൽ സിംഹത്തെ കൊല്ലുക. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. മുയൽ എത്ര ചെറുത്, സാധു മൃഗം, അങ്ങനെയല്ലേ നമ്മൾ മുയലിനെ പറ്റി ധരിച്ചിരിക്കുന്നത്. സിംഹമോ മൃഗങ്ങളുടെ രാജാവ്, മൃഗരാജാവ്. രമോ ഒരു മൂക്കറയിടലുണ്ട്, ഒരു സിംഹത്തിൻ്റെ ഒരു ഗർജനം. ആ സടകുട്ടഞ്ഞങ്ങട്ട് സട എന്ന് പറയണത് എന്താ സിംഹത്തിൻ്റെ സട. ഇങ്ങനെ കുജിരോമങ്ങൾ, ഇങ്ങനെ ചെമ്പൻ നാരുകൾ, തലമുടികൾ ഇങ്ങനെ കിടക്കുക. അതല്ലേ ഗാംഭീര്യം. സിംഹത്തിൻ്റെ മുഖത്തിന് ഗാംഭീര്യം നൽകുന്നത് എന്താ? ഈ സട ഇങ്ങനെ നീണ്ടു കിടക്കുന്ന തലമുടികൾ. പിന്നെയോ ദംഷ്ട്രം, പല്ലുകൾ ഇങ്ങനെ കോർത്തിരിക്കുന്ന ദംഷ്ട്രം. പിന്നെ ആ ഗർജനം അങ്ങോട്ട്, സിംഹം അങ്ങോട്ട് ഒരൊറ്റ ഗർജനം മുഴക്കി കഴിഞ്ഞാൽ കാട് മുഴുവൻ അതിൻ്റെ ശബ്ദം ഇങ്ങനെ അലയടിക്കും. എത്ര ദൂരെ നിന്ന് കേട്ടാലും ഇവിടെ നിൽക്കുന്ന മൃഗങ്ങളൊക്കെ പേടിച്ച് വിറയ്ക്കും. ഇതുവഴിയേ ഇത് ഓടി വരണമെന്ന് പെടുത്തല്ലോ. കാണുന്ന മൃഗങ്ങളെയൊക്കെ അങ്ങോട്ട് കൊല്ലുകയല്ലേ, പിന്നല്ലേ സൗകര്യം പോലെ തിന്നണേ. ഇങ്ങനെ മൃഗരാജനായി വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഹത്തെ ഒരു മുയൽ എന്ന പാവം മൃഗം കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ വിശ്വസിച്ചോളൂ, സത്യമാണ് സംഭവം. ആ കഥ ഞാനിന്ന് പറയാം. മതോത്കടൻ എന്ന് പറയുന്ന ഒരു മൃഗരാജാവ് ഉണ്ടായിരുന്നു. പേര് പോലെ തന്നെ മതം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. ആ സിംഹരാജൻ അങ്ങേയറ്റത്തെ അഹങ്കാരിയാണ്. ഞാൻ മൃഗങ്ങളുടെയൊക്കെ രാജാവാണ്, ഞാൻ കരുത്തനാണ്, ഞാൻ വിചാരിച്ച എനിക്ക് ഏത് വമ്പനായ കൊമ്പനെ പോലും ഞാൻ ഒരൊറ്റ അടി അങ്ങോട്ട് ചാടി മസ്തകത്തിലടിച്ചാലുണ്ടല്ലോ, കൊമ്പങ്ങോട്ട് കുത്തും. എൻ്റെ മുൻപിൽ അവൻ വീഴും. അപ്പം ഞാൻ അവൻ്റെ തലയിൽ കയറിയിരുന്ന് മസ്തകത്തിൽ കഴുത്തിലങ്ങോട്ട് കയറിയിരുന്നിട്ട് മസ്തകം അടിച്ചു പൊളിച്ചിട്ടാ സിംഹം കൊമ്പനാനയെ വരെ കൊല്ലുന്നത്. അപ്പോൾ എത്ര വലിയ മൃഗം ആന, കൊമ്പനാന. സിംഹം ആകാരം കൊണ്ടൊക്കെ വലിപ്പം കുറവാണെങ്കിലും ഈ കൊമ്പനാനെ അടിച്ചു കൊല്ലും. അതാണ് സിംഹത്തിൻ്റെ. അത്രയ്ക്ക് കരുത്തനും ശക്തനും അഹങ്കാരിയുമാണ് ഈ സിംഹം. അതാണ് അയാളുടെ പേര് തന്നെ മതോത്കടൻ. അയാൾ വാണിരുന്ന കാട്ടിൽ ഒരുപാട് കാട്ടുമൃഗങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? പാവം പിടിച്ച മുയലും മാനും കാട്ടുപോത്തും കാട്ടുപശുക്കളും കാട്ടാടുകളും പലതരം സിംഹം കൂടാതെ കണ്ട് പിന്നെ പുലിയും ചെന്നായയും കടുവയും കുറുക്കനും എല്ലാവിധ മൃഗങ്ങളുണ്ടല്ലോ, സർപ്പങ്ങളുണ്ടല്ലോ, പക്ഷികളുണ്ടല്ലോ. സിംഹരാജന് സിംഹത്തിൻ്റെ മഹാരാജാവിനൊരു സ്വഭാവമുണ്ട്. സുഖമായിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കുക. വയറങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ 2 ഗർജനം അങ്ങോട്ട് ഗർജിച്ച് ഗുഹയിൽ അങ്ങോട്ട് പോയി കിടന്നങ്ങോട്ട് ഉറങ്ങും. പിന്നെ വിശക്കുമ്പോഴേ അവിടുന്ന് ഉണരുള്ളൂ, എണീക്കുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് കൊടഞ്ഞ് എണീക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തല അങ്ങനെ അങ്ങോട്ട് കുടയുമ്പോൾ ഈ അങ്ങോട്ട് കുടഞ്ഞ് എഴുന്നേറ്റ് കയ്യും കാലും ഒക്കെ കുടഞ്ഞ് എഴുന്നേറ്റ് കാട്ടിൽ കിടന്നിട്ട് പിന്നെ 2 ഗർജനം. ആ ഗർജനം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഓടും. പോണ വഴി കൈ കിട്ടണ മൃഗങ്ങളെ ഒരു കടി അങ്ങോട്ട് കടിക്കും. അപ്പം തീർന്നു അതിൻ്റെ പണി. മാനുകളെയൊക്കെ അങ്ങോട്ട് ഓട്ടിപ്പിച്ച് വീഴ്ത്തും, മുയലുകൾ. അങ്ങനെ ഒരു രീതിയാണ്. കുറച്ചൊക്കെ തിന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട്, മൃഗങ്ങളെല്ലാം കൂടിയിട്ട് ഈ പോക്ക് പോയാൽ നമ്മുടെയൊക്കെ പണി കഴിയും 1 മാസം കൊണ്ട്. ഈ 15-20 മൃഗങ്ങളെ കൊന്നിട്ടാണ് ഒരെണ്ണത്തിനെ തിന്ന് വയറ് നിറയ്ക്കണേ. അതിപ്പം നമുക്ക് ഇങ്ങനെ ദിവസം 10-20-100 ഒക്കെ നമ്മൾ പ്രജകൾ മരിച്ചു വീഴുകയല്ലേ. നമുക്ക് ഈ രാജാവിനെ ഒരു നിയന്ത്രണത്തിൽ നിർത്താൻ എന്താ വഴി? നമുക്ക് പതുക്കെ ചെന്ന് കൂടി ആലോചിച്ചു. അപ്പോൾ ഒരു മൃഗങ്ങളുടെ ഇത്തിരി പ്രായം കൂടിയിട്ടുള്ള ഒരു മൂത്ത കുരങ്ങൻ എന്ന് പറഞ്ഞു, ബുദ്ധിശക്തി ഉള്ള കുരങ്ങനാണല്ലോ. നമുക്കൊരു ഉപായം പറയാം. നമ്മൾ ഓരോരുത്തരായിട്ട് ദിവസവും അദ്ദേഹം ഇറങ്ങി ഓടുകയും വേണ്ട, ചാടുകയും വേണ്ട, നായാടാനൊന്നും പോണ്ട, നമ്മൾ ഗുഹയിലേക്കാണ് ചെല്ലാം.
ഒരാളെ ചെന്ന ആളെ കൊന്നോട്ടെ തിന്നോട്ടെ, ആ ഒരാളല്ലേ മരിക്കുള്ളൂ. ആ, അതൊരു നല്ല കാര്യം. അദ്ദേഹം അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ആലോചിക്കാന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചെന്ന് ഗുഹാമുഖത്ത് നിന്ന് മഹാരാജാവിനെ പറ്റി അങ്ങോട്ട് സ്തുതിച്ച് പാട്ട് പാടാൻ തുടങ്ങി. പണ്ടൊക്കെ അങ്ങനെയല്ലേ, അങ്ങനെ സ്തുതിക്കൽ കേൾക്കുമ്പോഴാണ് ഇവരുണരുക. ആ, എന്താ വന്നേ, കാര്യം പറയൂ. കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു അപേക്ഷയായിട്ട് വന്നേക്കാം. എന്താ അപേക്ഷ? അങ്ങ് ഇങ്ങനെ ദിവസവും 10ഉം 100ഉം പേരെ ഞങ്ങളെ കൊന്നാൽ ഞങ്ങളുടെ വംശം തന്നെ ഇപ്പോൾ കഴിയും. അങ്ങേക്ക് ഭക്ഷണം തേടി വേറെ വല്ല കാട്ടിലും പോണ്ടി വരും. അതുകൊണ്ട് ഒരു ഉപായം പറഞ്ഞെങ്കിലോ എന്ന് വിചാരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി, പറയൂ എന്നുണ്ട്. അങ്ങനെ ഇവർ പ്രശ്നം അവതരിപ്പിച്ചു. ഞങ്ങൾ ദിവസവും ഓരോരുത്തരായിട്ട് അങ്ങയുടെ മുമ്പിലേക്ക് വന്നോളാം. ആ വരുന്ന മൃഗത്തെ അങ്ങ് കൊന്നോളൂ, തിന്നോളൂ. പിറ്റേ ദിവസം അടുത്ത ആൾ വരും. അങ്ങനെ കൃത്യമായിട്ട് വന്നാൽ പോരെ. അപ്പോൾ മൃഗരാജൻ മതോൽക്കടൻ ഈ കുറച്ച് നേരം ആലോചിച്ച്, ഇതിൽ വല്ല അപകടം ഉണ്ടോ? എന്താ അപകടം? ഒരപകടമില്ല. തനിക്ക് ഓടണ്ട ചാടണ്ട, ഒട്ടും അധ്വാനിക്കാണ്ട് തനിക്ക് ഭക്ഷണം അങ്ങോട്ട് വരിക മുമ്പിലേക്ക്. അങ്ങനെ ആയിക്കോട്ടെ വേമയെ സംബന്ധിച്ചു. അങ്ങനെ മൃഗങ്ങളൊക്കെ പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം തൊട്ട് ഓരോരോ മൃഗങ്ങളെ ഗുഹയിലേക്ക് ചെല്ലും. ഒരു പ്രത്യേക സ്ഥലം, വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് മൃഗരാജനെ സ്തുതിച്ച് അങ്ങോട്ട് സ്തുതിഗീതങ്ങൾ പാടും. അപ്പം മൃഗരാജൻ വരും. പറഞ്ഞത് എന്തിനാ, ഈ മൃഗത്തിനെ അങ്ങോട്ട് തച്ചു കൊല്ലും, തിന്നും, പിന്നെ പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം വരുന്നു വേറെ മൃഗം. ഒരു ദിവസം മയിലിറച്ചി, ഒരു ദിവസം കുരങ്ങനിറച്ചി, പിന്നെ ഒരു ദിവസം മാനിറച്ചി, ഇങ്ങനെ പശു ഇറച്ചി, കാട്ടുപോത്തിൻ്റെ ഇറച്ചി, ഇങ്ങനെ മാറി 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 സുഭിക്ഷമായ ഭക്ഷണം. സിംഹം തടിച്ചു കൊഴുത്തു, നല്ല കരുത്തനായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ഉഷാറായി. കൃത്യമായ ഭക്ഷണം, അധ്വാനമില്ലേനും. അങ്ങനെ പക്ഷെ മൃഗങ്ങളിങ്ങനെ യാത്ര പറഞ്ഞു പോകുമ്പോൾ മൃഗങ്ങളെല്ലാവരും കൂട്ടം കൂടി ഈ സിംഹത്തിന് ഭക്ഷണമായി പോകുന്ന മൃഗത്തിനെ പറഞ്ഞേക്കുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം. തങ്ങളിൽ നിന്ന് ഒരാളങ്ങോട്ട് പോവുകയല്ലേ, എന്നേക്കുമായിട്ട് പോവുകയല്ലേ, തിരിച്ചു വരവില്ലല്ലോ. അങ്ങനെ സങ്കടമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും മാറി. അങ്ങനെ ഒരു ദിവസം ഊഴം വന്നു. അപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു മുയൽ മുത്തച്ഛനുണ്ട്. ആ മുയൽ മുത്തച്ഛൻ പറഞ്ഞു, ഞാൻ പോവാം, എനിക്ക് ഏതായാലും ഇത്ര വയസ്സായി, ഞാൻ ഇത്ര കാലം ജീവിച്ചു, ഇനി ഞാൻ പോട്ടെ ഇന്ന് ഭക്ഷണമായിട്ട്. അങ്ങനെയാവാം, ഒരു ദിവസമായി, പിറ്റേ ദിവസവും വേണമല്ലോ എന്ന് പറഞ്ഞു. ആട്ടെ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. മുയൽ മുത്തച്ഛൻ പോയി. മുയൽ മുത്തച്ഛൻ അവിടെ നിന്ന് പോയിട്ട് മൃഗങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ പോയി നിങ്ങളുടേതായ ആ സ്ഥാനങ്ങളിലൊക്കെ പോയി നിന്നോളൂ, ഇരുന്നോളൂ. ഞാൻ ഒരു പ്രത്യേക വിസിൽ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വന്നാൽ മതി, ഇന്ന കാടിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ മതി, അവിടെയൊക്കെ കുറ്റിക്കാട്ടിൽ ഒളിച്ചുണ്ടാവണം അവിടെയൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് തിരിച്ചു വരെ, പറ്റുമോ നോക്കട്ടെ, ഞാൻ ഒരു സൂത്രം പ്രയോഗിച്ച് നോക്കട്ടെ, എനിക്ക് ശക്തിയില്ല, പക്ഷെ ബുദ്ധിയല്ലേ ഉള്ളൂ, നോക്കാം ഒരു ബുദ്ധി പ്രയോഗം എന്നും കരുതി ഇവിടെ വന്നു. മുയൽ മുത്തച്ഛൻ അന്ന് ഇത്ര മണി, 12 മണിക്ക് തിരുവാമൃതത്തിന് എത്തണം മൃഗരാജൻ്റെ മൃഗം അവിടെ. അന്ന് 12 കഴിഞ്ഞു, 12:30, 1 മണി, 2 മണി, 3 മണി ആയപ്പോഴത്തേക്കും സിംഹത്തിനെ നല്ല ഭയങ്കരമായിട്ട് ഗർജിച്ചുകൊണ്ട് ഗുഹയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മുയൽ മുത്തച്ഛൻ പേടിച്ച് വിറച്ച് ഊട്ടി അലച്ച് സിംഹം ഗുഹാമുഖത്ത് വന്നിങ്ങനെ എത്തി നോക്കി നിൽക്കണം. കണ്ടപ്പോൾ കാണൽ ഊട്ടി അലച്ച് അവിടെ നിന്ന് വന്നിട്ട് സ്തുതി ഇങ്ങോട്ട് പേടിച്ച് ധൃതിയിൽ സ്തുതിഗീതം പാടാൻ തുടങ്ങി. വേഗം മൃഗരാജൻ അങ്ങോട്ട് ചെന്ന് സിംഹം തുടങ്ങി, എന്താണ് നീ ഇത്ര നേരം വൈകി? ആദ്യം അതാ ചോദിച്ചു, എനിക്ക് വിശന്നിട്ട് പ്രാണം കത്തണം എന്ന് പറഞ്ഞു. തിരുമനസ്സേ, എൻ്റെ ഒരു കുറ്റം കൊണ്ടുമല്ല, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങയെപ്പോലെ തന്നെ മറ്റൊരു സിംഹം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നെ പിടിച്ച് തിന്നാൻ തുടങ്ങി. ഞാനൊരു കണക്കിനടുത്ത് മറ്റൊരു സിംഹമോ? അതന്നെ, അങ്ങയെപ്പോലെ തന്നെ മറ്റൊരു സിംഹം. ഞാൻ ഓർത്തു അങ്ങ് എന്നെ അന്വേഷിച്ച് വരികയാണെന്ന് സംശയിച്ചു ഞാൻ. അത് ശരി, അതാരടപ്പ ഈ കാട്ടിൽ എന്നെ കൂടാണ്ട് വേറെ ഒരു മൃഗം? എന്നതൊന്ന് അയാളെ ഒന്ന് കണ്ടിട്ടേ ഇനി ഒരു കാര്യമുള്ളൂ. എവിടെയാ സിംഹം? അങ്ങ് എൻ്റെ കൂടെ വരണം, ഞാൻ കാണിച്ചു തരാം. അയാളൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അവിടെ പോയി ഒളിച്ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം, നമുക്ക് പതുക്കെ അവിടെ പോയാൽ ഞാൻ കാണിച്ചു തരാമെന്നാണ്. ഞാൻ വരാം, വേഗം വരാം എന്ന് പറഞ്ഞു.
അങ്ങനെ മുയൽ മുത്തച്ഛനും മൃഗരാജനും കൂടി പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ആ കാടിൻ്റെ മറ്റൊരു ഒഴിഞ്ഞ ഭാഗത്തായിട്ട് വലിയൊരു പൊട്ട കിണറുണ്ട്. വെള്ളം കിട്ടും ധാരാളം, പൊട്ട കിണറാണെങ്കിലും. ആ പൊട്ട കിണറിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയിട്ട് മുയൽ മുത്തച്ഛൻ പതുക്കൻ അവിടെ ചെന്ന് നിന്നിട്ട് ഒരു എത്തി നോക്കി കഴിഞ്ഞപ്പോൾ തിരുമനസേ, ശബ്ദം ഉണ്ടാക്കാതെ വന്നോളൂ, പതുക്കെ വന്ന് ഒന്ന് നോക്കിക്കോളൂ, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. സിംഹം ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സട മാത്രമേ കാണാനുള്ളൂ. ഇത്തിരിയും കൂടി വേറൊരു വശത്തേക്കൊന്ന് മാറി നിന്നിട്ട് ഒന്നുകൂടി ആഞ്ഞു നോക്കി കിണറ്റിലേക്ക്. അപ്പം മുഖം മുഴുവനും കാണാനുണ്ട്. ഈ മുയലും താൻ പറഞ്ഞത് ശരിയാണല്ലോ, തന്നെ പോലെ തന്നെ ഒരുത്തൻ കിണറ്റിൽ വേഗപ്പെട്ടെന്ന് ഒരൊറ്റ ഒച്ച അങ്ങോട്ട് എടുത്തു. ഒച്ച എടുത്തപ്പോൾ അതുപോലെ തന്നെ ഒച്ച എടുത്തു. അതിലും കൂടി ഇത്തിരി വലിയ ഒച്ചയായിട്ട് കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ പ്രതിധ്വനി ഇങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ ശബ്ദം ഇതിൻ്റെ പ്രതിധ്വനി കിണറ്റിന് ഇങ്ങോട്ട് വന്നു. അപ്പം സിംഹം വിചാരിച്ചു ഇത് കിണറ്റിനകത്തുള്ള സിംഹത്തിൻ്റെ തിരിച്ച് വിളി കേൾക്കലാന്ന്. ഒന്നുകൂടി അതുപോലെ തന്നെ ഒന്നങ്ങോട്ട് അലറി. ആത്തെ അലർച്ച തിരിച്ചു ഇങ്ങോട്ട് വന്നു. നിന്നെ ഇഞ്ഞ് വച്ചേക്കില്ല, അങ്ങോട്ട് കയറി വാടാ എന്ന് പറഞ്ഞു. കൈകൊണ്ട് കാണിച്ചു കയറി വാടാന്ന്. അപ്പം കിണറിനകത്തുള്ള സിംഹവും വാടാന്ന് തന്നെ പറഞ്ഞത്. കയറി വാടാന്ന് ഇങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വന്നാൽ വെറുതെ ആവില്ലേട്ടാ, പറഞ്ഞേക്കാം, നിൻ്റെ പണി ഞാൻ തീർക്കും എന്ന് പറഞ്ഞു. ആയിക്കോ എന്നും കാണിച്ചു. കരയിൽ നിൽക്കുന്ന സിംഹത്തിന് മൃഗരാജന് മാതോൽഘടന് ദേഷ്യം വന്നു. എന്നന്ന് ഞാൻ കാണിച്ചു തരാടാ, ഞാനങ്ങോട്ട് വന്നു നിൻ്റെ പണി ഞാനിന്ന് തീർക്കുന്നു പറഞ്ഞ് കൊട്ടത്താനൊരു ചാട്ടം കിണറ്റിലേക്ക്. അപ്പം മുയൽ മുത്തച്ഛൻ ഒരൊറ്റ കൂവല. അപ്പോഴത്തേക്കും കുറ്റിക്കാട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്ന മൃഗങ്ങളൊക്കെ വന്നു. അപ്പം കിണറ്റിലേക്ക് നോക്കുമ്പോൾ എന്താ, മൃഗരാജൻ കിണറ്റിൽ മുങ്ങണു പൊങ്ങണു. കുറച്ച് നേരമൊക്കെ നീന്തി പിടിച്ചിങ്ങനെ നിന്ന് നോക്കി. ഒരു പ്രയോജനമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയും കാലും ഒക്കെ കുഴഞ്ഞ് താന്ന് അനക്കം നിന്ന് അങ്ങനെ ആ പൊട്ടക്കിണറ്റിൽ മുങ്ങി ചത്തു. മാതോൽക്കടൻ്റെ മതങ്ങളൊക്കെ പോയി അവിടെ. ഉടൻ തന്നെ ഒരു കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും കിണറിൻ്റെ ചുറ്റും കൂടി അതിലൊരു കുട്ടിയാനെടുത്ത് ഈ മുയൽ മുത്തച്ഛനെ തൻ്റെ പുറത്തങ്ങോട്ട് കയറ്റി വെച്ചു. എന്നിട്ട് മുയൽ മുത്തച്ഛൻ കീ ജയ് എന്നും പറഞ്ഞിട്ട് കിണറിന് ചുറ്റും അവരിങ്ങനെ ആർത്തട്ടഹസിച്ച് മുയൽ മുത്തച്ഛന് ജയ് വിളിച്ചുകൊണ്ട് കാടിൻ്റെ ഉൾഭാഗത്തേക്ക് പോവുകയും ചെയ്തു. നമ്മൾ എന്താ കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത്? സിംഹത്തിന് ശക്തിയുണ്ട്, പക്ഷെ ബുദ്ധിയുണ്ടോ? ഇല്ല. മുയലിന് ബുദ്ധിയുണ്ട്, ശക്തി ഇത്തിരി കുറവാണ്, പ്രായമായി. പക്ഷേ ബുദ്ധിശക്തി കൊണ്ട് കായബലത്തെ അങ്ങോട്ട് തോൽപ്പിച്ചു. അങ്ങനെ ആ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കാനായിട്ട് ഈ മുയൽ മുത്തച്ഛന് സാധിച്ചു. ഇതാണ് മുയൽ സിംഹത്തെ കൊല്ലാനുള്ളൊരു മാർഗം. മുയലിൻ്റെ ഒരു സൂത്രം, മുയലിൻ്റെ ഒരു കൗശലം, അതാണ് ഈ കഥയുടെ പേര്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഇത് പഞ്ചതന്ത്രം കഥകളാണ്. ഭാരതത്തിൻ്റെ മൂല്യമാണിത്, സമ്പത്താണിത്. ഇതിലൂടെയാണ് ഭരണകർത്താക്കൾ തന്ത്രങ്ങൾ പഠിക്കുന്നത്. തന്ത്രമുള്ളവരാണ് ഭരണാധികാരികളാകേണ്ടത്. അവർക്കുണ്ടാകേണ്ട ചില ഗുണങ്ങളാണ് പഞ്ചശീലങ്ങൾ, പഞ്ചതന്ത്രങ്ങൾ. അതിൽ മിത്രഭേദം എന്ന തന്ത്രം പഠിക്കാനുള്ള ഒരു കഥയാണിത്. സോമശർമാവ് പാടലിപുത്രത്തെ രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് കേട്ടോ അത്. എന്താ ഈ കഥയിലെ ഗുണപാഠം? ബുദ്ധിയാണ് ശക്തി. നന്ദി, എല്ലാവർക്കും നന്ദി. ഞാൻ ഞങ്ങളുടെ മാലതി ചേച്ചി. ഈ കഥ മറ്റുള്ളവരോട് പറയണം കേട്ടോ.